ഇന്ത്യൻ പാർലമെന്റ് ഇന്ന് അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളികളിൽ ഒരാളായ ജഫ്രി എപ്സ്റ്റീന്റെ കരിമ്പട്ടികയിൽ ഒരു ഇന്ത്യൻ കേന്ദ്രമന്ത്രിയുടെ പേരും ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ആരോപണം വന്നിട്ടും ആ മന്ത്രി സഭയിലിരുന്ന് പുഞ്ചിരിക്കുമ്പോഴും സത്യം വിളിച്ചു പറയുന്നവരെ അയോഗ്യരാക്കാൻ നോക്കുന്ന ഒരു ഭരണകൂടം. ആ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പാർലമെന്റ് കവാടത്തിന് പുറത്ത് പ്രതിഷേധത്തിന്റെ പോർമുനകൾ എറിയുകയാണ് പ്രതിപക്ഷം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുപ്രസിദ്ധരായ ജഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് വിമർശനങ്ങൾ നേരിടുന്ന കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിലെ മഗർ ദ്വാറിന് പുറത്ത് പ്രതിപക്ഷ എംപിമാർ ബജറ്റ് സഭ പിരിയുന്ന അവസാന ദിവസം പ്രതിഷേധം നടത്തുകയായിരുന്നു. US നീതിന്യായ വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ എപ്സ്റ്റീൻ ഫയലുകളുമായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയെ ബന്ധിപ്പിക്കുന്ന വിവരങ്ങൾ താൻ പരിശോധിച്ചതായിട്ട് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടതിനെ തുടർന്നാണ് ഇത് പ്രതിഷേധം ഉണ്ടായത്. ബജറ്റ് ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിയാണ് ഈ വിഷയം സഭയിൽ ആഞ്ഞടിച്ചത്. തെളിവുകൾ സഹിതം അദ്ദേഹം ചോദിച്ചു, ഇത്തരമൊരു ലിസ്റ്റിൽ പേരുള്ള ഒരാൾ എങ്ങനെയാണ് രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രിയായിട്ട് തുടരുന്നത്? ഇതിന് മറുപടി പറയാതെ സർക്കാർ ഒളിച്ചോടുകയാണ്. എപ്സ്റ്റീനെ കണ്ടിട്ടുണ്ടെന്ന് സമ്മതിക്കുന്ന മന്ത്രി പക്ഷേ തനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി. ധാർമ്മികതയുടെ ഒരംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഹർദീപ് സിംഗ് പുരി ഈ നിമിഷം രാജിവെക്കണം. BJP നേതാക്കൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ വലിയ സദാചാര പ്രസംഗമാണ് നടത്താറുള്ളത്. പക്ഷേ സ്വന്തം മന്ത്രിയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും മൗനവ്രതത്തിലാണ്. ഇവിടെയാണ് സ്പീക്കർ ഓം ബിർളയുടെ റോള് ചോദ്യം ചെയ്യപ്പെടുന്നതും. സഭാ നടപടികൾ സുതാര്യമായി കൊണ്ടുപോകേണ്ട സ്പീക്കർ ഇപ്പോൾ വെറും BJP വക്താവിനെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറയുന്ന രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാൻ BJP MP നിഷികാന്ത് ദുബെ കത്ത് കൊടുക്കുന്നു. എന്തിനാണ് ഈ ഭയം? ഒരു മന്ത്രിയുടെ വഴിവിട്ട ബന്ധങ്ങൾ പുറത്തു വരുമ്പോൾ അന്വേഷണം നടത്തേണ്ടതിന് പകരം അത് ചോദ്യം ചെയ്യുന്നവന്റെ നാവടുപ്പിക്കാനാണ് ഇവർ നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ വിവാദം എന്നുകൂടി ലളിതമായിട്ട് നോക്കാം. ജഫ്രി എപ്സ്റ്റീൻ എന്ന അമേരിക്കൻ ശതകോടീശ്വരൻ ലോകമെമ്പാടുമുള്ള പ്രമുഖർക്കായി നടത്തിയത് വൻ ലൈംഗിക അതിക്രമ നെറ്റ്വർക്കുകളാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്ത കേസിൽ ഇയാൾ ജയിലിൽ കിടന്നാണ് മരിക്കുന്നത്. ഇയാളുമായി ബന്ധമുണ്ടായിരുന്ന ലോക നേതാക്കളുടെയും പ്രമുഖരുടെയും ലിസ്റ്റ് അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടു. അതിലാണ് ഇപ്പോൾ നമ്മുടെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും അനിൽ അംബാനിയുടെയും പേരുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ലോകം അറപ്പോടെ നോക്കുന്ന ഒരു കുറ്റവാളിയുടെ ലിസ്റ്റിൽ ഇന്ത്യൻ മന്ത്രിയും ഉണ്ടെന്ന് ചുരുക്കം. ഇത്രയും കുറ്റവാളികളെ അരിയിട്ട് വാഴിക്കുമ്പോഴും രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്ന് ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് BJPയുടെ ആരോപണം. രാഹുലിനെതിരെ പാർലമെന്ററി സമിതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJP MP നിഷികാന്ത് ദുബെ സ്പീക്കർക്ക് ഒരു കത്തും കൂടി നൽകിയതോടുകൂടി സംഭവം ബഹുലമായി. ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി ലോക്സഭ മാർച്ച് 9 വരെ പിരിഞ്ഞിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ സ്പീക്കർ ഓം ബിർളയ്ക്ക് എതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം പരിഗണിക്കും എന്നാണ് വിവരം. സഭയ്ക്ക് പുറത്ത് കർഷക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ ഗാന്ധി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ചുള്ള പ്രതിഷേധവും ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സഭ പിരിയുന്ന അവസാന ദിവസം ഹർദീപ് സിംഗ് പുരിയെ രാജിവെക്കണം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം.